ഗൗതമിന് തന്തയും തള്ളയില്ലെന്ന് തന്നോട് ആരാ പറഞ്ഞേ? അവൻ അമ്മയുണ്ട്, അച്ഛനുണ്ട്, രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. മേലിൽ തന്റെ ഇപ്പോഴത്തെ നാവുണ്ട് അവൻ അനാഥനെന്ന് വിളിച്ചാലുണ്ടല്ലോ. വിളിച്ചാ നീ എന്ത് ചെയ്യോടി? അത് പറ. ഞാൻ എന്ത് ചെയ്യുന്നു കാണോ തനിക്ക്? ഇപ്പൊ കാണിച്ചുതരാം. ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ. കണ്ടല്ലോ, സ്നേഹം നടിച്ച് എന്നെ ചതിക്കാനായി കൂടെ കൂടി നടന്ന കാലത്ത് എടുത്ത ഫോട്ടോ ഇത്. പിന്നെ ജ്യോതിർമയിയുടെ നമ്പറും എന്റെ കയ്യിലുണ്ട്. ഈ ഫോട്ടോ ഞാനങ്ങ് ജ്യോതിർമയിക്ക് അയച്ചു കൊടുക്കും. നിങ്ങളുടെ പഴയ കാമുകയാണ് ഞാനെന്നും നിങ്ങൾക്ക് എന്നിൽ പിറന്നൊരു മകൻ ജീവിച്ചിരിപ്പുണ്ടെന്നും ഞാൻ ജ്യോതിർമയെ അറിയിക്കണം. നീയും നിധിയും ഈ ഫോട്ടോ കയ്യിലുള്ളതുകൊണ്ടല്ലേ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഇപ്പൊ തന്നെ ഈ ഫോട്ടോയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരാം. എടുക്കണി ഫോൺ. ഈ CKC എന്തിനാ നിർമ്മലയുടെ ഫോണ് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നത്? ഫോൺ തരാനാ പറഞ്ഞു. പറഞ്ഞ എടോ, ഒരു സ്ത്രീയുമായിട്ട് നടു റോഡിൽ കിടന്ന് പിടിവലി കൂടാൻ നാണമില്ലേടോ തനിക്ക്? ഈ സമയം പോലീസിൽ വിളിച്ചൊരു പരാതി പറഞ്ഞാലുണ്ടല്ലോ, ജാമ്യം പോലും കിട്ടാത്ത വകുപ്പ് മേടിച്ച് താനങ്ങ് അകത്തു പോവും. സ്ത്രീപീഡകൻ എന്ന തലക്കെട്ടും വെച്ച് മാധ്യമങ്ങൾ മുഴുവൻ തന്റെ ഫോട്ടോ അടിച്ചിറക്കും. അറിയൂടോ തനിക്ക്? ഇവളെന്തോന്നാ ഈ പറയുന്നേ? ഒന്നും കേൾക്കാനും പറ്റുന്നില്ലല്ലോ. എന്റെ ഫോണിൽ കിടക്കുന്ന ഇയാള് ഞാനും ഒരുമിച്ചുള്ള ഫോട്ടോയ്ക്ക് വേണ്ടിയാ മോളെ ഇയാള് ഫോൺ പിടിച്ചു വാങ്ങാൻ നോക്കിയത്. താൻ ഇത്രയ്ക്ക് വെട്ടിയായി പോയല്ലോ CKC. നിർമ്മലാന്റിയുടെ ഫോണിൽ നിന്നും ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാ അതോടെ ആ പ്രശ്നം അങ്ങ് ഇല്ലാതാവോ? ആ ഫോട്ടോയുടെ ഒറിജിനൽ കയ്യിൽ ഉണ്ടാവില്ലേ? എന്റെ കയ്യിലും ഇതേ ഫോട്ടോയുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയും അതും ഇതും പറഞ്ഞുകൊണ്ട് ഗൗതമിന്റെയോ ഈ ആന്റിയുടെയോ പിറകെ താൻ ഉപദ്രവിക്കാനായിട്ട് ചെന്നാലുണ്ടല്ലോ, ആ നിമിഷം താനും ആന്റിയും ഒരുമിച്ചുള്ള ഫോട്ടോ ഞാൻ സോഷ്യൽ മീഡിയയിൽ അങ്ങ് അപ്ലോഡ് ചെയ്യും. ഈ ഫോട്ടോ പൊതുജന മധ്യത്തിലേക്ക് അങ്ങ് ഇറക്കി വിട്ടു കൊടുത്താലുള്ള അവസ്ഥ അറിയാലോ. പിന്നെ സമൂഹത്തിന് മുൻപിൽ നാണം കെട്ട് നിൽക്കേണ്ടി വരും തനിക്ക്. അതുപോട്ടെ, തന്റെ ഭാര്യ ഉണ്ടല്ലോ ആ ജ്യോതിർമയി, അവരാ ഫോട്ടോ കണ്ടാലുള്ള അവസ്ഥ താനൊന്ന് ആലോചിച്ച് നോക്കി. എന്തു പറയുന്നു CKC? ആ ഫോട്ടോ ഞാൻ ഇപ്പൊ തന്നെ അപ്ലോഡ് ചെയ്യണോ? നിധി വേണ്ട, അങ്ങനെയൊന്നും ചെയ്തു കളയരുത് പ്ലീസ്. ഇപ്പൊ തന്നെ ഞാൻ ഈ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടും. നിധി പ്ലീസ്, പറയുന്നത് കേക്ക് പ്ലീസ്. ദേവി, ഇത് നീ ഇങ്ങനെ ഒന്നും ചെയ്യരുത്. ഇനി ഒരു പ്രശ്നത്തിന് ഞാൻ വരില്ല. ഗുഡ്. ഈ പേടിയുണ്ടല്ലോ, അതെപ്പോഴും തന്റെ ഉള്ളിൽ ഉണ്ടാവണം. മേലിൽ ഒരു ശല്യത്തിനായിട്ട് ഇറങ്ങുമ്പോ ഉള്ളിൽ ഈ പേടി ഉണ്ടാവുന്നത് നല്ലതാ തനിക്ക്. അല്ലെങ്കിലുണ്ടല്ലോ, പറഞ്ഞതുപോലെ തന്നെ ചെയ്തിരിക്കൂ ഈ നിധി. എന്തിനാടി നീ CKC ഭീഷണിപ്പെടുത്തുന്നത്? എന്തു പറഞ്ഞ നീ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? കൃത്യസമയത്താണല്ലോ ജ്യോതി മാഡത്തിന്റെ എൻട്രി. സാറേ, കേട്ടില്ലേ സാറേ? സാറിന്റെ പ്രിയ പത്നി എന്ത് പറഞ്ഞാണ് സാറിനെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുക.
എന്താ വേണ്ടത്? ആ, ഒരു കാര്യം ചെയ്യാം. സത്യം എന്താണെന്നോ എങ്ങനെയാണെന്നോ അങ്ങ് പറഞ്ഞു കൊടുത്തേക്കാം അല്ലേ? ആ സത്യം ഞാൻ ഇവിടെ വെച്ചങ്ങ് തുറന്നു പറഞ്ഞാലുണ്ടല്ലോ, അതോടെ CKC തന്റെ ദാമ്പത്യ ജീവിതത്തിന് ദി എൻഡ് എന്നൊരു എൻ ടൈറ്റിൽ കാടങ്ങ് വീഴും, ഉറപ്പ്. തൽക്കാലം ഞാനായിട്ട് ആരുടെയും ജീവിതം നശിപ്പിക്കുന്നില്ല. മായന്റെ എന്തോന്നാ CKC ഇവിടെ നടന്നത്? ചോദിച്ചത് കേട്ടില്ലേ? ഇവിടെ എന്താ സംഭവിച്ചെന്ന്? ജ്യോതി, ഇത് റോഡാണ്, ഇവിടെ വെച്ചൊന്നും സംസാരിക്കണ്ട. നീ വാ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്തായാലും അവിടെ വെച്ച് സംസാരിക്കാം. ഞാൻ വീട്ടിലേക്കാ വരുന്നത്. വാ. CKC എന്റെ മുഖത്തേക്ക് നോക്ക് CKC. ഞാൻ കുറച്ച് അകലെയായിരുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ടൊന്നും കേൾക്കാൻ പറ്റിയില്ല. എന്ന് കരുതി എന്നോട് കള്ളം പറയാനൊന്നും വിചാരിക്കണ്ട. ആ നിധി എന്ത് പറഞ്ഞാ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? CKC, നിങ്ങൾ മറുപടി പറയാൻ. അവള് ഫോൺ എടുത്ത് കാണിച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പാകത്തിന് എന്ത് രഹസ്യം അവളുടെ ഫോണിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അത് ജ്യോതി, അത് പിന്നെ അതും ഇതെന്നൊക്കെ പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ കരുതണ്ട. 5 പൈസയ്ക്ക് ഗതിയില്ലാതെ തെരുവിൽ അലയുന്ന നിധിയുടെ മുന്നില് നിങ്ങൾ പഞ്ചപുച്ച അടക്കി നിന്ന് വിറയ്ക്കണമെങ്കിൽ നിങ്ങളുടെ ഏതോ ഒരു വലിയ രഹസ്യം അവളുടെ കയ്യിലുണ്ടെന്നുള്ളത് പരമസത്യമാണ്. പറ, എന്താ അത്? പറയാൻ.